ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നാലമ്പല ദർശനത്തെക്കുറിച്ച് ഉള്ള ഒരു ലഘു വിവരണമാണ് ഞാൻ ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. പുണ്യത്തിന്റെ പൂണൂൽ ഇഴകൾ പെയ്തിറങ്ങുന്ന കർക്കിടക മാസം രാമായണ സ്മൃതിയിൽ മുഴുകുമ്പോൾ നാലമ്പല ദർശനം ശ്രേഷ്ഠമാകുന്നു. ശ്രീരാമന്റെയും സഹോദരന്മാരുടെയും പ്രതിഷ്ഠയുള്ള 4 ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം തന്നെ ദർശനം നടത്തുന്നതിൽ കവിഞ്ഞ പുണ്യം വേറൊന്നുമില്ല. ശ്രീരാമ പ്രതിഷ്ഠയാൽ പ്രസിദ്ധമായ തൃപ്രയാർ, ഇന്ത്യയിൽ ഏക ഭരത പ്രതിഷ്ഠയുള്ള ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം, ലക്ഷ്മണ പ്രതിഷ്ഠയുള്ള മൂഴിക്കുളം, ശത്രുഘ്ന പ്രതിഷ്ഠയാൽ പ്രസിദ്ധമായ പായമ്മൽ എന്നീ ക്ഷേത്രങ്ങളിൽ തൊഴുത് ഭക്തർ സായുജ്യമടയുന്നു. നാട്ടുപ്രമാണിയും കടുത്ത ഭക്തനുമായിരുന്ന വാഗയിൽ കൈമൾക്ക് സ്വപ്ന ദർശനത്തിലൂടെ കടലോരത്തു നിന്ന് ലഭിച്ച 4 ബിംബങ്ങളും 4 സ്ഥലത്തായി പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. നാലമ്പല ദർശനത്തിന്റെ ആദ്യത്തേതാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. തൃപ്രയാർ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ശ്രീരാമചന്ദ്രനാണ്. നമസ്കാര മണ്ഡപത്തിൽ ഹനുമാന്റെ സാന്നിധ്യവുമുണ്ട്. ത്രിമൂർത്തി സങ്കല്പവും തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. അമ്പലക്കെട്ടിനകത്ത് ഗണപതിയുടെയും ചുറ്റമ്പലത്തിന് പുറത്ത് ശാസ്താവിന്റെ പ്രതിഷ്ഠകളുണ്ട്. ദർശന പരിക്രമത്തിലെ രണ്ടാമത്തെ ക്ഷേത്രം ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം. പുലിമിനി തീർത്ഥത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്നു. താമരയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഭരത പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ. സാധാരണ ക്ഷേത്രങ്ങളിലേതുപോലെ വിഘ്നേശ്വര പ്രതിഷ്ഠ പോലും ഇവിടെയില്ല. ഇവിടുത്തെ ഭരത പ്രതിഷ്ഠയെ സംഗമേശ്വരൻ എന്നും വിളിക്കും. ലക്ഷ്മണ പെരുമാളിന്റെ പ്രതിഷ്ഠയാൽ പ്രസിദ്ധമായ തിരുമൂഴിക്കുളം ക്ഷേത്രം നാലമ്പല ദർശനത്തിലെ 3ാമത്തേത്. ശ്രീരാമനും സീതയും ഹനുമാനുമാണ് ഈ ക്ഷേത്രത്തിലെ മറ്റ് ആരാധനാമൂർത്തികൾ. നാലമ്പല ദർശനത്തിലെ അന്ത്യപാദം ശത്രുഘ്ന പ്രതിഷ്ഠയുള്ള പായമ്മൽ ക്ഷേത്രമാണ്. അളവറ്റ ശാന്തിയും സമാധാനവും സംതൃപ്തിയും ഈ ക്ഷേത്രത്തിൽ തൊഴുതു പോകുന്ന ഭക്തർക്ക് അനുഭവേദ്യമാണ്. കർക്കിടക മാസത്തിന്റെ പുണ്യ ദിവസങ്ങളിൽ നാലമ്പല യാത്ര തരുന്ന മോക്ഷപ്രാപ്തിയും ഐശ്വര്യങ്ങളും വർണ്ണനാതീതമാണ്. രാമായണ പാരായണത്തിന്റെ വിശുദ്ധി ഉൾക്കൊണ്ട് ഭഗവാൻ ശ്രീരാമന്റെയും ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരുടെയും ശക്തി കേന്ദ്രങ്ങളിലേക്ക് തീർത്ഥാടകരുടെ യാത്ര ഇന്നും തുടരുകയാണ്. കൂട്ടുകാർക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തണേ.